തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഈ രാത്രിയും സജീവമാവുകയാണ്. വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ ആരോപണവുമായി CPIM. കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് MP നികേഷ് കുമാർ ആരോപിച്ചു. മാർച്ച് 31-ന് 52,79,000 രൂപയാണ് മാറ്റിയത്. 2024 ഡിസംബറിൽ ഹാരിസ് എന്നയാൾക്ക് 16 ലക്ഷം രൂപ നൽകി. KPCC പ്രസിഡന്റ് നൽകിയ ഈ കണക്കിൽ വിവരങ്ങളില്ല എന്നും CPIM ആരോപിച്ചു. ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ വർഷം മാർച്ച് 31-ന് 52,79,000 രൂപ പാലക്കാട് അക്കൗണ്ടിലേക്ക് മാറ്റിയതായി കാണുന്നു. സണ്ണി ജോസഫ് അവതരിപ്പിച്ച കണക്കിൽ, അതായത് സിഗരറ്റ് പാക്കറ്റിന്റെ പിന്നിൽ എഴുതി കൊണ്ടുവന്ന കണക്കിൽ അതില്ല. 2024 ഡിസംബർ മാസത്തിൽ ഹാരിസ് എന്നയാൾക്ക് 16 ലക്ഷം കൊടുത്തിട്ടുണ്ട്. സണ്ണി ജോസഫ് സിഗരറ്റ് പാക്കറ്റിന്റെ പിന്നിൽ എഴുതി കൊണ്ടുവന്ന കണക്കിൽ ആ 16 ലക്ഷത്തിന്റെ കണക്കുമില്ല. അർജുൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ഉണ്ട്. അർജുൻ, മണിക്കൂറുകൾ മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലെത്താനുള്ളത്. അവിടെയും ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവും ഒരു വലിയ ഗുരുതരമായ ആരോപണമായി വീണ്ടും ഉയരുകയാണോ? എന്തൊക്കെ വിശദാംശങ്ങൾ? ആനന്ദ്, വയനാട് ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിസന്ധി തന്നെയാണ് CPIM പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കുന്നത്. ഇന്ന് രാവിലെയാണ് CPIM ഈ വയനാട് ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ട് 2 അക്കൗണ്ട് കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആരോപിക്കുന്നത്. അതേസമയത്ത് ഒറ്റ അക്കൗണ്ടിലെ വിശദാംശങ്ങളാണ് KPCC അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. അതേസമയത്ത് 2 അക്കൗണ്ട് തുറക്കുകയും രണ്ടാമത്തെ അക്കൗണ്ട് വഴി വലിയ രീതിയിലുള്ള ഫണ്ട് കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു CPIMന്റെ ആരോപണം. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ CPIM പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇക്കഴിഞ്ഞ മാർച്ച് 31-ന് 52,79,000 രൂപയുടെ കൈമാറ്റം ഈ അക്കൗണ്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതായത് വയനാട് ദുരിതാശ്വാസ ഫണ്ടിനായി ചെലവഴിച്ച തുക, അല്ലെങ്കിൽ അതിനായി പിരിച്ച പണത്തിൽ നിന്ന് 52 ലക്ഷത്തിലേറെ രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് CPIM ഇപ്പോൾ ആരോപിക്കുന്നത്. പാലക്കാട്ടെ അക്കൗണ്ടിലേക്കാണ് ഇത്രയും വലിയ, അതായത് 1/2 കോടിയിലേറെ രൂപ കൈമാറി എന്നുള്ള കാര്യം CPIM ആരോപിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2024 ഡിസംബറിൽ 16 ലക്ഷം രൂപ ഹാരിസ് എന്നയാൾക്കും ഈ വയനാട് ദുരിതാശ്വാസ ഫണ്ടിനായി ഉണ്ടാക്കിയ അക്കൗണ്ടിൽ നിന്ന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള ആരോപണം CPIM ഉയർത്തുകയാണ്. നേരത്തെ KPCC അധ്യക്ഷൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ അക്കൗണ്ടിൽ നിന്ന് തുക കൈമാറിയിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന നിലയ്ക്ക് CPIMന്റെ ഇപ്പോഴത്തെ ഈ പ്രതികരണത്തെ കാണാൻ കഴിയും. ഒപ്പം തന്നെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടണം എന്നുള്ളതായിരുന്നു CPIM ഇന്ന് രാവിലെ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവോ KPCC അധ്യക്ഷനോ ശരി അർജുൻ, ഏതായാലും CPIMന്റെ പ്രവർത്തകർ, പ്രത്യേകിച്ചും നവമാധ്യമ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പോരാളികൾ നികേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ വീണ്ടും വയനാട് ദുരന്തബാധിതർക്കായി പിരിച്ച കോൺഗ്രസിന്റെ കണക്കുകൾ, അവരുടെ അക്കൗണ്ടിന്റെ വിവരങ്ങളെല്ലാം എടുത്ത് രേഖാമൂലം ജനങ്ങളോട് സംവദിക്കുന്ന കാഴ്ചകളാണ്. അതിന്റെ പുതിയ വിശദാംശങ്ങളാണ് ഇപ്പോൾ അർജുൻ നൽകിയത്.